ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. അതാണ് കാറിൽ പോരുന്നത്. രാവിലെ നേരത്തെ പോന്നിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറേ ദൂരമുണ്ട് കേട്ടോ. എങ്ങോട്ടാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഞങ്ങൾ പോരുന്ന വഴിക്ക് തന്നെ ചായയൊക്കെ കുടിച്ചിട്ടു. രാവിലെ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് ചായ ഒന്നും കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പൊറാട്ടയും ചിക്കൻ കറിയൊക്കെയാണ് കഴിച്ചത്. നല്ലൊരു ഹോട്ടലുണ്ടായിരുന്നു. മലപ്പുറം കഴിഞ്ഞിട്ടായിരുന്നു. നല്ലൊരു ഹോട്ടലിൽ കയറിയിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇങ്ങനെ കുറേ യാത്രയൊക്കെ ചെയ്ത് അവിടേക്ക് എത്താനായിട്ടോ. എവിടെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇത് ഞാൻ വർക്ക് ഞാനൊരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്നു കേട്ടോ. ഒരു വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. വേറെ സ്ഥലത്ത് 6 മാസത്തോളം വേറെ സ്ഥലത്തും വർക്കൊക്കെ ചെയ്തിരുന്നു. വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ തിരൂരിക്കാണ് കേട്ടോ. തിരൂർ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്കാണ്. ഞാൻ അവിടെ കുറച്ച് പേപ്പേഴ്സൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു. കുറേ മുന്നേ ഞാൻ വർക്ക് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പേപ്പേഴ്സൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ യാത്ര തിരിച്ചതാണ് കേട്ടോ. ഞാനുണ്ട്, അച്ഛനുണ്ട്, ചേച്ചിയുടെ മോനുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത്. രാവിലെ നേരത്തെ പോയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കുറേ നേരത്തെ ഇറങ്ങിയാണ്. പിന്നെ അങ്ങനെ അവിടെ എത്തി. ഓഫീസിൻ്റെയൊക്കെ മുന്നിലെത്തിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, ആകെ സങ്കടമുണ്ട് കേട്ടോ. സങ്കടം എന്ന് പറയാൻ നമ്മളവിടെ നിന്ന് പോകുന്നല്ലോ എന്നുള്ളത് ഒരു വിഷമം. പിന്നെ അങ്ങനെ ഓഫീസിൻ്റെ അവിടെ എത്തി. ഞങ്ങളവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് അവിടെ ഇങ്ങനെ അപ്പോഴേക്ക് എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ അവരൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ അവിടെ. അവരൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് പോയിരുന്നു. പിന്നെ ആകെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഓഫീസൊക്കെ ആകെ മോഡിഫൈ ചെയ്തിട്ട് ആകെ മാറ്റം വരുത്തിയാണ്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത്. ഇവിടെ വർക്കൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. താഴെ ഇങ്ങനെ ചെയ്തിട്ട് ടൈൽസ് ഒട്ടിക്കലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അവിടെ അന്ന് നോമ്പ് തുറ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞങ്ങൾ ചെല്ലുന്ന അന്ന് തന്നെയായിരുന്നു നോമ്പ് തുറ. അതുകൊണ്ട് തന്നെ ഓഫീസിൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സാറുമാരൊക്കെ വരാൻ ലേറ്റായിരുന്നു. പിന്നെ ആ ഉള്ളിൽ കാണിച്ചതായിരുന്നു ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ മേലെ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു ഞങ്ങൾക്ക് ചെല്ലേണ്ടത്. അവിടെയാണ് മേലുദ്യോഗസ്ഥർ അവിടെ മേലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്തേക്ക് ചെല്ലണം. ഞങ്ങൾ മേലേക്ക് പോകുന്നു കേട്ടോ. മേലെ ഇതാക്കണ് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മളെ പ്ലാന്റേഷനും പിന്നെ അതുപോലെ നമ്മളെ വാട്ടർ പ്ലാന്റ് ടാങ്കും ഒക്കെ ഉണ്ട് കേട്ടോ. മേലെ നോക്കി നേരെ കാണും കേട്ടോ അവിടെ. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് പോസ്റ്റായിട്ടോ. സാറുമാരൊക്കെ വരാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഞങ്ങളാണെങ്കിൽ നേരത്തെ എത്തിയിരുന്നു. ഒരു 9:30 ആയപ്പോഴേക്ക് എത്തിയിരുന്നു. ഓഫീസ് ടൈം തുടങ്ങുന്നതിന് മുന്നേ അവിടെ എത്തി സ്ഥലം പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പോസ്റ്റ് അടിച്ച് വെറുതെ ഇരുന്ന് കേട്ടോ. കുറേ ഫോണിലൊക്കെ കളിച്ച് അവിടെ ഇങ്ങനെ സമയമൊക്കെ കളഞ്ഞ്. പിന്നെ ഞങ്ങൾ കുറേ വർക്ക് ചെയ്ത പേപ്പേഴ്സൊക്കെ ഞങ്ങളുടെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ പ്രത്യേക കാര്യമായിട്ട് നമ്മളെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ പെയിൻറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ച് പേപ്പേഴ്സൊക്കെ റെഡിയാക്കി പിന്നെ ഞങ്ങൾ യാത്ര വീണ്ടും തിരിച്ചുവിട്ടു. ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ഇത് ബൈപ്പാസിൻ്റെ അത് തന്നെയാണ് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത്. വളാഞ്ചേരി കുറ്റിപ്പുറം കോഴിക്കോട് ബൈപ്പാസിൻ്റെ താഴത്തു കൂടെ ഉണ്ടോ. ഞങ്ങൾ മേൽപ്പാലത്തു കൂടെ അല്ല, താഴത്തു കൂടെയാണ് ഞങ്ങൾ പോന്നിട്ടുണ്ടായത്. പിന്നെ അവിടെ നിന്ന് പോരുമ്പോൾ തന്നെ 11:30 മണി കഴിഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ നിലമ്പൂരൊക്കെ വന്നിട്ട് ഒരു ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് സാധാ ചോറും കറിയും മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് ഒരു സാധാ ചോറും കഴിച്ചു കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് പിന്നെ കനോലി ഫ്ലോട്ടിൻ്റെ അതിന് കേട്ടോ ഞങ്ങൾ പോരുക വീട്ടിലേക്ക്. കുറച്ചും കൂടി പോരണം ഞങ്ങൾക്ക്. വീട്ടിൽ നിന്ന് നിലമ്പൂരിൽ നിന്ന് തന്നെ വീട്ടിലേക്ക് ഒരു 3/4 മിനിറ്റോളം ഉണ്ട് കേട്ടോ യാത്ര. പിന്നെ അങ്ങനെ വേഗം പോകുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.